ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം തികയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു us. ഒരു പ്രശ്നം വന്നല്ലേ, എന്റെ തൊണ്ട കുറച്ച് അടഞ്ഞു. ആ തണുപ്പിന്റെ ഇത് വന്ന കാരണം കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ നിക്കുന്നത് സ്റ്റുട്ട്ഗാർട്ടിലാണ്, ജർമ്മനിയില്. നമ്മൾ ഇവിടെ നിന്ന് നേരെ സ്വിറ്റ്സർലാൻഡ് പിടിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. അപ്പൊ നമ്മുടെ വീട്ടുകാരുണ്ട്. അപ്പോൾ ഞങ്ങള് പതിയെ പോവാം എന്ന് വിചാരിക്കുന്നു. 2 ഓപ്ഷനിൽ കൂടെ നമുക്ക് പോവാം. ഒന്ന് നമുക്ക് ഹൈവേ എടുത്ത് പോവാം, അപ്പൊ നമ്മൾ പെട്ടെന്ന് എത്തും. നമ്മൾ ബേണിലേക്കാണ് പോകുന്നത് പറഞ്ഞല്ലോ. പിന്നത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ വഴി കൂടെ സീനിക് വ്യൂ ഒക്കെ കണ്ട് പതുക്കെ ബേണിലേക്ക് എത്താം. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ഇവരും പറഞ്ഞു നമുക്ക് സീനിക് കണ്ടു പോവാന്നുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ ആകെ കാണാനുള്ളത് സീനിക് വ്യൂ മാത്രമാണല്ലോ. സോ നമുക്ക് അങ്ങ് പോയാലോ ഗൈസ്. പോകുന്ന വഴിയിലെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളും തടാകങ്ങളും മഞ്ഞുമലകളും ഒക്കെ കണ്ടിട്ടുള്ള നല്ല ആസ്വദനീയമായ യാത്രയായിരുന്നു. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ബേണെത്തിയിരിക്കുകയാണ്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. നമ്മള് ഏകദേശം ഒരു 7-8 തവണ വന്നിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ്. അന്നൊക്കെ മഴ എന്ന് പറഞ്ഞാൽ മുട്ട മഴയാണ് ആവാറ്. ആദ്യമായിട്ടാണ് ഇത്ര സണ്ണി ആയിട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡ് കാണുന്നത്. സോ നമുക്ക് ഓരോന്നൊന്ന് കണ്ട് പോയാലോ ഗൈസ്. കം ഓൺ. ബേൺ എന്ന വാക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കരടിയിൽ നിന്നാണ്, അതായത് ബിയർ. അതിൽ നിന്നാണ് ഈ ബേൺ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ 3 കരടികളാണ് കേട്ടോ താമസിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ 3 കരടികളാണ് ജീവനോടെ ഇരിക്കുന്നത്. അവയുടെ വെയിറ്റും കാര്യങ്ങളും പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ പുഴയുടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഓഫീസിലുള്ളവര് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് ആ ഒരു ഒഴുക്കുമേലാണ് അവർ വീട്ടിലേക്ക് എത്തുക. അപ്പൊ നീന്തണ്ട, ഇതിന് ഏകദേശം 30 km/h ഒഴുക്കുണ്ട് എന്നാണ് പറയുന്നത്, സ്പീഡ് ഉണ്ട്. അപ്പൊ അവർക്ക് അതിൽ കിടന്നാ മതി, അവര് തന്നെത്താനെ വീട്ടിലേക്ക് എത്തിക്കോളും. ഇതാണ് നാളെ പൊട്ടിപ്പോകും. ഇതാണ് ഞങ്ങള് പറഞ്ഞത്, ഇവിടത്തെ വെള്ളത്തിന്റെ കളർ എന്ന് പറയുന്നത് ഈ കളർ തന്നെയാണ്, ഫിൽറ്റർ ഇട്ട് വരുന്ന വെള്ളമല്ല എന്നുള്ളത്. മനസ്സിലായ? അതിന്റെ ആ ഒരു ക്ലാരിറ്റി കണ്ട എത്ര പ്യൂറാന്ന് പറയാം. അതിന്റെ അടുത്ത് പോയി നിന്നാൽ നിങ്ങൾക്ക് അതിന്റെ അടിഭാഗം കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ അടിഭാഗത്തേക്ക് പോകുന്നതാണ്. ഓക്കെ. വികസിത രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാനായിട്ട് അവർ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്ക് ഈ റിവർ കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എലിവേറ്റേഴ്സോ അല്ലെങ്കിൽ ലിഫ്റ്റോ അവിടെ ഉണ്ടായിരിക്കും. എന്റെ മരത്തുമ്മ കേറി മമ്മി പോണ പോക്ക് കണ്ടോ ഗൈസ് നിങ്ങൾ? ആൾക്ക് ആൽപ്സിന്റെ വെള്ളത്തിൽ തൊടണം, അവിടെ നിന്ന് ഫോട്ടോയും എടുക്കണം. അതാണ് ആളുടെ ലക്ഷ്യം. പപ്പി പോവാ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, അതാണ് എന്റെ പപ്പ. ഓ മുങ്ങിയ ടൈറ്റാനിക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ജാക്കും റോസും. ഗൈസ്, ഞങ്ങൾ അങ്ങനെ വന്നത് ഈ ഒരു മ്യൂൺസ്റ്റർ ചർച്ചിന്റെ പിന്നിലായിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. നമ്മളെല്ലാ വട്ടവും എല്ലാവരെയും കൊണ്ടുവരാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നത് നമ്മൾ നമ്മുടെ പൊറോട്ടയും ബീഫും കഴിക്കുകയാണ് ഗൈസ്. എക്സ്പെൻസീവ് ആണ് ആക്ച്വലി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം. സോ ഡിന്നർ നമ്മൾക്ക് ഈ വട്ടം നമ്മുടെ പപ്പയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡിന്നർ ആണല്ലോ, അപ്പോൾ പപ്പ സ്പോൺസർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു? വീട്ടിൽ നിന്നുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. അല്ല മുത്താ. യെസ്. മമ്മിക്കാണെങ്കിൽ അത് കീറാനും കിട്ടുന്നത്. എൻ്റെ പാക്കിംഗ് ആണ് ഗൈസ്, അത് 1.5 പാക്കിംഗ് ആയിരിക്കും. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. കണ്ടോ, ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ ടേബിളും ബെഞ്ചൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു പാർക്കിന്റെ സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനും ഫുഡ് കഴിച്ചട്ടെ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ പൊതുവെ സണ്ണി ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിലും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, ആൾക്കാർ മുഴുവൻ പുറത്തായിരിക്കും കേട്ടോ. അവരെന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ച് വെയിലത്ത് കിടക്കുക. ഇതൊക്കെ അവർക്ക് ഭയങ്കര വലിയ വിനോദങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വന്ന ഈ പാർക്കിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പൊ നാക്ക് പുറത്തോളൂ. ഞങ്ങൾ അതാ ഐസ്ക്രീം വാങ്ങിച്ചു. എന്റെ എന്താ കൊണ്ടൊരു നെട്ടെന്ന് അയാള് പറഞ്ഞു. മമ്മിയുടെ കോക്കനട്ടാണ്. പിന്നെ എന്റെ ടേസ്റ്റ് ഒക്കെ മമ്മി പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ.
നീ ഒരു മാറ്റി പിടിക്കുന്ന വെച്ചാൽ ഞാനിത് വാങ്ങിച്ചേ. സബ്ര ഐസ്ക്രീം, ബിയർ. ഞാൻ പൊട്ടിച്ചോ. എന്റെ സ്ട്രോബെറി ഇപ്പൊ കഴിയും. മമ്മിയെ സ്ട്രോബെറി കഴിച്ച് തീർക്കല്ലേ, ഫോട്ടോ എടുക്കാനുള്ളതാ. മമ്മിയെ അത് കിട്ടിയപ്പോ അതുമ്മ പിടിച്ച പണിയാ. ഇതാണ് മുയോൺസ്റ്റർ ചർച്ച്. ഇതിന്റെ പിന്നിലുള്ള പാർക്കിൽ ഇരുന്നിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി കുറേ ഇട്ടിട്ടുണ്ട്. സോ വീണ്ടും ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. സോ ജസ്റ്റ് 2 ക്ലിപ്പ് ഇട്ടിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഉള്ളത് പാർലമെന്റിന്റെ പിൻഭാഗത്തായിട്ടാണ്. നോക്കിയേ, അവിടെ നോക്കിയ മഞ്ഞ മലകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. കുന വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. മുത്തുണ്ണിയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. നോക്കിയേ, മഞ്ഞ് ഇതുവരെ ഒരുക്കിയിട്ടില്ല കേട്ടോ. ഇവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ മ്യൂറലിൽ പോകുമ്പോൾ മഞ്ഞിൽ കയറാം. ഇതാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡ് പാർലമെന്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരേ ഒരു പാർലമെന്റിന്റെ പിന്നിലിരുന്നിട്ട് നമുക്ക് വെള്ളം അടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പാർലമെന്റ് ഈ ഒരു പാർലമെന്റ് ആണ്. കാരണം ഇതിന്റെ പിന്നിലിരുന്നിട്ട് നമ്മൾക്ക് ബിയർ അടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട, സ്വിറ്റ്സർലാൻഡ് പാർലമെന്റിൽ വെള്ളവും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്നു അവശരായി വലഞ്ഞവർക്ക് വെള്ളം വരെ സ്വിറ്റ്സർലാൻഡ് പാർലമെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വെയിലുള്ള കാരണം കൊണ്ട് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ വീഡിയോയ്ക്ക്. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്തോരം ക്ലാരിറ്റി ഉണ്ട് ഇല്ല എന്നൊക്കെ. പക്ഷെ നമ്മുടെ മുഖമാകെ നേടല് മാത്രമായിട്ട് എനിക്ക് തോന്നണേ. പിള്ളേര് കളിക്കണുണ്ടോ ഗൈസ് നിങ്ങള്? ഇത് പാർലമെന്റിന്റെ മുൻഭാഗമാണ് കേട്ടാ. ഇത് പാർലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുൻഭാഗത്ത് ഫൗണ്ടൈൻ വെച്ചേക്കാണ്. പിള്ളേര് ഇപ്പൊ സമ്മറല്ലേ, ചൂടെടുക്കല്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് അവരാ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുത്തൻ ഡൈപ്പർ ഇട്ട് നിൽക്കുന്നുണ്ട്. അവനങ്ങോട്ട് പോണമെന്നുണ്ട്, എന്നാ പേടിയുണ്ട് താന്. ആള് പതിയെ കാലുകൾ വെക്കുന്നുണ്ട്. പാവടാ, ചേച്ചിയുടെ പിന്നാലെ പോണെന്നുണ്ട് ആൾക്ക്, പക്ഷെ പറ്റണില്ല. സ്വിറ്റ്സർലാൻഡ് പാർലമെന്റിന്റെ ആ മോള് കാണുന്ന സ്വർണ്ണ കളറില്ലേ, അത് കറക്റ്റ് സ്വർണ്ണാണ് കേട്ടാ. അതില് ഒരു മായമോ മന്ത്രമോ പാനലോ കാര്യങ്ങളോ ഒന്നുമല്ല, കറക്റ്റ് സ്വർണ്ണാണ്. കണ്ട. പക്ഷെ എന്തെങ്കിലും സെക്യൂരിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കി ഇവരെ ജനങ്ങളെ വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഫ്രീ ആയിട്ട് അവരവരെ നാട്ടുകാർക്ക് ഇതെങ്ങനെ ഒരു ഫൗണ്ടൈൻ വരെ പാർലമെന്റിന്റെ മുന്നിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത്. ഗൈസ്, ഞങ്ങൾ ഇവരെ അപ്രതീക്ഷമായി കണ്ടുമുട്ട് വന്നതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേ ഇതാരപ്പത് മലയാളം സംസാരിച്ച് നമ്മുടെ അടുത്തേക്ക് വരണേ. ഓ, ഭയങ്കരമായി പോയിട്ടത്. വാവച്ചക്കനൊക്കെ വലുതായി. ടാറ്റാ ടാറ്റാ. ആ, പിന്നെ ആള് നമുക്ക് ഓൾറെഡി അറിയാലോ. മൂത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളിനി അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കണോന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മിക്കവാറും ആളോട് പറയില്ല അമ്മ, ഞാൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ കാണുന്നു വിചാരിച്ചില്ല. എന്താ നോക്കുന്നത്? ബേൺ സിറ്റി എന്ന് പറയുമ്പോൾ കാണുന്ന ബിൽഡിങ്സ് ഇങ്ങനെയായിരിക്കും. കെർവായിട്ടായിരിക്കും ബിൽഡിങ്സ് നിൽക്കുക. ഒപ്പം ഹിൽസും ടൗൺസും ഒക്കെയുള്ള സ്ഥലം അല്ല. മമ്മി എന്റെ തൊപ്പിയായില്ലോ. ആഹാ, സ്വന്തം തൊപ്പി വെച്ചാ മതി കേട്ടാ. എന്റെ തൊപ്പി എടുത്തിട്ട് വെച്ചിട്ട് നടക്കാള് ഇപ്പൊ. ഇത്ര നേരം അയ്യോ മഴ മാറണേന്നായിരുന്നു. ഇപ്പൊ ഭയങ്കര വെളിച്ചല്ലേ. സൺഗ്ലാസ് ഇതാണ് ഞങ്ങള് പറഞ്ഞ നിങ്ങളോട് സൺഗ്ലാസ് കൊണ്ടുവരണം. നീങ്ങിന്നോ? അങ്ങനെതാ നമ്മുടെ സ്വിറ്റ്സർലാൻഡിന്റെ എന്നിട്ടിവിടെ ഒന്നും നടക്കില്ല കേട്ടാ. ഗായ്സ്,
എന്താ അപ്പൊ നമ്മുടെ ക്ലോക്ക് ടവർ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പൊ ക്ലോക്ക് ടവർ കാണിച്ചിട്ടുണ്ട്. ബെല്ലടിക്കണമെങ്കിൽ കുറച്ചും കൂടി നേരം എടുക്കും. ഇവർ ഓൾറെഡി എവിടെയോ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. സോ വി ആർ നോട്ട് വെയിറ്റിംഗ് ഹിയർ. സോ നമ്മൾ ആ ക്ലോക്ക് ടവർ ബെല്ലടിക്കുന്നത് കാണാതെ ഇതാ ഈ ഒരു ബേണിന്റെ നഗരവീതിയിലൂടെ നടക്കുകയാണ്. നിറച്ച ആൾക്കാരാണ് കേട്ടോ, നിറച്ച് ടൂറിസ്റ്റാണ്. അവരുടെ ഡ്രസ്സും തൊപ്പിയും കണ്ടാലറിയാം നമ്മളെ പോലെ തന്നെ ടൂറിസ്റ്റുകളാണ് എന്നുള്ളത്. അവര് വെള്ളം കുടിക്കാൻ പോവാണ് കേട്ടാ. സ്വിറ്റ്സർലാൻഡിലെ വെള്ളമാണല്ലോ ഇവിടെ വന്നാൽ കുടിക്കേണ്ട ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം. കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ഞാൻ ഇനി ഇടാൻ പോകുന്നത്. കൂൾ വാട്ടർ, ചിൽ വാട്ടർ. റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി വാട്ടർ. ഓയ്യോ ടേസ്റ്റ് ഒരു കൂൾനെസ്. നല്ല പ്യൂർ ആയിട്ട് അതായത് ഇങ്ങനെ നമ്മളെന്താ പറയാ കൊഴുപ്പുള്ള ഇല്ലാത്തൊരു വാട്ടർ. കട്ടിയില്ല, നല്ല ചില്ലായിട്ട് നല്ല നല്ല തണുപ്പുണ്ട്. എടുത്തോ. മമ്മിതേ സ്പെഷ്യൽ സാധനം കണ്ടുപിടിച്ചിട്ടുള്ള നിൽപ്പാണ്. എന്താണ് മമ്മി അത്? കുന്തിരിക്കത്തിന്റെ ചെടിയാണ്. എന്താ ചെടിന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്താ അല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ നിൽക്കുന്ന എയർബിഎൻബിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനത്തെ ഷാലറ്റ് എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റും ഫുള്ളാണ്. 2 ദിവസത്തേക്ക് നമുക്ക് ബുക്കിങ്ങുകളൊന്നും തന്നെ അവരെടുക്കുന്നില്ല, റിസർവ്ഡ് ആണ് ഫുള്ളും. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് അകലെ മാറിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചല്ല മെയിൽ അയച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞു. 8 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി ഫുഡ് കഴിച്ച് നമുക്ക് തിരിച്ചു വരാം. ശരിക്കും ഞാൻ ഏത് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചാലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ബുക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അവസാനം ഞാൻ കടുങ്കൈ എന്നുള്ള രീതിയിൽ ഇവർക്ക് മെയിൽ അയക്കുകയായിരുന്നു. ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആണ്, അത് ഞങ്ങൾക്ക് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ. സോ അവർ ഒരു ഓപ്ഷൻ പറയായിരുന്നു, 8 മണിക്ക് ശേഷം അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല, സോ നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. നല്ല ഒരു സീനിക് വ്യൂ പ്രതീക്ഷിച്ചു വന്ന നമ്മൾക്ക് കിട്ടിയത് ഇങ്ങനൊരു വ്യൂ ആയിരുന്നു ഗൈസ്. കാരണം ഇവിടെ എന്തൊരു പണി നടക്കുന്നുണ്ട്. ഞാൻ അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഇത്ര കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചത്. പക്ഷേ നോട്ട് ബാഡ് അല്ല മമ്മിയ? മമ്മിക്ക് എന്ത് തോന്നുന്നു മമ്മി? ഒരു സ്വപ്നലോകത്തിൽ അങ്ങനെ തോന്നുന്നേ? അല്ല, നമ്മള് സീനറിയിലോ കലണ്ടറിയിലോ അങ്ങനെയൊക്കെ കണ്ടേക്കുന്ന ഒരു കാര്യം നമ്മൾ ഇത്ര അടുത്ത് വന്ന് കാണുക പറയുമ്പോൾ നമ്മളെന്തോ ഓ സീനിക് വ്യൂ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്ന ആള് ലേക്കിന്റെ അരിയിലിരുന്ന്. ഓ മൈ ഗോഡ്. ഇവിടെ നന്നായിട്ട് ചെറിയ നമ്മള് ഈ ക്രിസ്മസിന് ക്ലബ്ബൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചെറിയ വീട്, മറ്റേ അരുവി, അങ്ങനെയൊക്കെ. ഇതൊക്കെ ശരിക്കും റിയലായിട്ട് നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നമാണോ റിയലാണോ? രാവിലെ കുറച്ച് വെയിലുണ്ടായ കാരണം കൊണ്ട് നമുക്കത് അങ്ങോട്ട് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പായി തുടങ്ങി, നല്ല രസമുണ്ട്. അല്ല പപ്പ കാലത്ത് ടൗണിലല്ലായിരുന്നു, ഇങ്ങനെ ഉള്ളിലേക്ക് പോരുമ്പോ തോറും അതിന്റെ ഭംഗി നമ്മൾ കൂടുതൽ ആവണം. സ്വിറ്റ്സർലാൻഡ് രാവിലെ പമ്മി പറയും ഇതെല്ലാം ഞാൻ കണ്ടെങ്കിനാ ചേച്ചി, രാവിലെ ഞാൻ കണ്ട സ്വിറ്റ്സർലാൻഡ് എന്ന്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു ഫോട്ടോ പോലും ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല. ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി അയ്യോ നീ ആൾക്കാര് വിചാരിക്കലൊക്കെ നിർത്തിയതല്ലേ നമ്മള്. എന്നാലും ഞങ്ങൾ ഇന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അപ്പൊ അത് ഇടാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല മുത്തുണ്ണിയ? യെസ്. ഓ മൈ ഗോഡ്. ഓ ആരാധകരെ ശാന്തരാകുകയും ഞങ്ങൾ ഇടാന്ന് പറയും അവരോട്. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ എത്തി. മമ്മിയുടെ മീറ്റ് ലോഫ് വിത്ത് ലെമൺ നൂഡിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സേഫ് സൈഡ് നെപ്പോളിയൻ പിസയും മാർഗരീറ്റയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പോർക്കിന്റെ ഡിഷാണ്. അയ്യോ എൻ്റെ പേരെന്തിട്ട് പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടാ. ഞാൻ ഇതിൻ്റെ അടിയിൽ എഴുതി കാണിക്കാം ഇതിൻ്റെ പേരെന്തിട്ടാണ് എന്നുള്ളത്. ഒരു പോർക്ക് സ്റ്റഫ് സംഭവമാണ്.
പ്രിപ്പറേഷനും ഡെക്കറേഷനും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് പറയാല്ലേ. അറ്റാക്ക്. മമ്മി അപ്പോൾ ബീഫിന്റെ സാധനം കഴിച്ചു. മമ്മിക്ക് പോർക്കാണ് ഇഷ്ടം. എന്നാലും എങ്ങനെയുണ്ട് മമ്മിയെ? രസമുണ്ടോ? ടേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, മുത്തുണ്ണി പോർക്കിന്റെ സാധനം കഴിച്ചു. മുത്തുണ്ണിക്ക് ബീഫാണ് ഇഷ്ടം. അങ്ങോട്ട് മാറിപ്പോയതാണ്. ഓക്കെ, കാര്യം പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചത് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് തന്നെയാണ്. പാളിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓർഡറിങ്ങും നമ്മുടെ ഇതുവരെയുള്ള ഓർഡറിങ്ങുകളൊന്നും തന്നെ പാളിയിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയും. ഈ ഫുഡ് നല്ല ഭക്ഷണമായിരുന്നു. ഒരെണ്ണം ഉപ്പ് കൂടി. ഉണക്കമീൻ ഇട്ടാൻ എപ്പോഴും പിസ്സ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. സാധാരണ എപ്പോഴും എന്ന് പറയുമ്പോൾ ഉണക്കമീൻ ഇടും എന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കഴിക്കണ പിസ്സയിലൊന്നും എന്താ ഉണക്കമീൻ ഇടാറില്ല. എന്നാലും അതും ഒരു അനുഭവമല്ലേ ഗൈസ്. ട്രൈ ചെയ്തു. വിജയകരമായി പൂർത്തിയാക്കി. ഈ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച എനിക്ക് എല്ലാവരും നന്ദി രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം. നമുക്ക് നല്ല രസമുള്ള വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇനി നമ്മള് വീട്ടിൽ പോട്ടേട്ടാ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, എന്നാലല്ലേ കാണുള്ളൂ നിങ്ങള്. ഗൈസ്, മമ്മി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിന്നോ. സമ്മാനദാന ചടങ്ങ് അതായിരിക്കും നല്ലത്. സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്. ഇങ്ങോട്ട് നീക്ക്. അപ്പൊ കുറച്ചങ്ങോട്ട് കയറിയിരുന്നേ, അല്ലെങ്കിൽ മമ്മീനെ കാണില്ല. ഓക്കെ, അപ്പൊ സമ്മാനദാന ചടങ്ങാണ് ഗൈസ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സമ്മാനം മുത്തുണ്ണിക്കാണ്. മുത്തുണ്ണിക്കുള്ള സമ്മാനം കൊടുത്തോളൂ. മുത്തുണ്ണിക്കുള്ള സമ്മാനം കിട്ടി. ഇനി എന്റെ സമ്മാനമാണ് ഗൈസ്. ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം. നിനക്ക് ഹാപ്പി ഗൈസ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റുകൾ പൊട്ടിക്കണ്ടേ? ഇതിപ്പോ ആരുടെ ഗിഫ്റ്റ് ഒന്നും അറിയില്ല കേട്ടാ. ഞാൻ പറയാം, പൊട്ടിച്ചിട്ട് പറയാം. മുത്തുണ്ണി പൊട്ടിക്കണ്ടാ? മുത്തുണ്ണീടെ ഒരെണ്ണം മനസ്സിലാവും, കാരണം അത് വലിയ പൊട്ടിയ കാരണം കൊണ്ട്. മുത്തുണ്ണീനെ കാണുന്നുണ്ടാവോ വീഡിയോയില്? അപ്പൊ എന്താ ചെയ്യാ നമ്മള്? നിന്ന് പൊട്ടിക്കണം. എന്റെ പൊട്ടിച്ചിട്ട് മുത്തുണ്ണീടെ പൊട്ടിക്കാം. എടാ, ഇതെങ്ങനെ തുറക്ക? കുട്ടി, ഇത് മുത്തുണ്ണീടെയാണ്. മുത്തുണ്ണീടെ ഓ മൈ ഗോഡ്, മൈ സെക്കൻഡ് വാച്ച്. അപ്പൊ മുത്തുണ്ണി എനിക്ക് തന്ന വാച്ചാണ് ഗൈസ്. കെട്ടിക്കോ ഗൈസ്. കെട്ട് ഗൈസ്. ഒന്ന് കെട്ടി ഗൈസ്. ഒരു കെട്ടില് കെട്ടി എന്റെ ക്ഷീണം ഇതുവരെ മുത്തുണിക്ക് തീർന്നിട്ടില്ല അല്ലേ മുത്ത? യെസ്. അപ്പൊ ഇതാണ് ഗൈസ് എനിക്ക് മുത്തുണ്ണി വാങ്ങിച്ചെന്ന് വാച്ച്. ശരി, ഞാൻ അടുത്തത് ഊരി കൊണ്ടുപോവാ. ഇനി അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഗൈസ്. ഇതും വാച്ചിന്റെ ഗൈസ്. ഇതും വാച്ച് തന്നെ. എനിക്ക് വാച്ചിന്റെ ഒരു കളക്ഷൻ ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് പപ്പയും മമ്മിയും വാങ്ങിച്ചു തന്ന വാച്ചാണ് ഗൈസ്. പപ്പയും മമ്മിയും വാങ്ങിച്ചു തന്ന ഗൈസാണ്. ഞാനിത് ഇടയ്ക്ക് പറയാറുണ്ട്. നമിത ബൈജുവിന്റെ കയ്യിലുള്ള വാച്ചാണിത്. നമിത ബൈജുവിന്റെ കയ്യിലല്ലേ? അതെ, നമിത ബൈജുവിന്റെ കയ്യിലല്ലേ. അതിന്റെ വേറൊരു മോഡൽ കെട്ടിക്കാണിച്ചു തരാം. ഞാൻ എല്ലാം കെട്ടിക്കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, എന്റെ അടുത്ത വാച്ച് കേട്ടോ. ഭംഗിയുണ്ടെങ്കിൽ പറയണേ. ഇനി അടുത്തത് മുത്തുണ്ണീരെ വന്നോ. മുത്തുണ്ണി വാ മുത്തുണ്ണി വാ. മുത്തുണ്ണിച്ച് ഞാൻ കൈമ കെട്ടിത്തരാം. ആൾക്കാർ നാളെ പറയും അവനെ ഞാൻ മുട്ടു കുത്തിച്ചു എന്ന്. അപ്പൊ മുത്തുണ്ണീരെ വാച്ച് ഗൈസ്. മുത്തുണ്ണിന്റെ വാച്ച് മുത്തുണ്ണിക്ക് ഞാൻ കെട്ടിത്തരാം.
ഓക്കെ ഗൈസ്, മുത്തുണ്ണിയുടെ വാച്ചും കിട്ടി. ഞാൻ കുറെ കേസ് പറയുന്നുണ്ടല്ലേ, അത് വെറുതെ കാണിക്കാനായത്. ഇപ്പൊ കെട്ടി നടക്കണ്ട, അതെന്താ കെട്ടി നടന്നാലേ അത് ചീത്തയായി പോവില്ലേ ഗൈസ്. അപ്പൊ മുത്തുണ്ണിക്ക് വാച്ചല്ലേ, ഒരു വാച്ച് ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. അയ്യോ, മുത്തുണ്ണിക്ക് ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നല്ലോ. എന്നാ മുത്തുണ്ണി എടുത്തിട്ട് കുറെ വാച്ച് ഉണ്ട് ഗൈസ് ഞങ്ങൾക്ക്. കുറെ വാച്ച് മുത്തുത്തിക്കോ എന്നാലും വീഡിയോയില് വരുള്ളൂ. ഇതൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? കോൺവേഴ്സ് ചക്കിൾസ്. മുത്തുണ്ണിയുടെ ഷൂ, മുത്തുണ്ണിക്ക് പപ്പി മമ്മി വാങ്ങിച്ചു കൊടുത്ത ഷൂ. ഹാപ്പി അല്ലേ മുത്തുണ്ണിയേട്ടാ? മുത്തുണ്ണി ഏട്ടനാ, മറ്റേ അരുണേട്ട, അതേപോലെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കണ്ടില്ലേ? ഞങ്ങൾ പോയി കുളിച്ച് കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.